ഇബ്നു സിരീന് തങ്ങള് വലിയ പണക്കാരനായിരുന്നു. ഒരു സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ ഒരാളെ കണ്ടു, വെറുതെ വിളിച്ചു. 10 പൈസ ഗതിയില്ലാത്തവനെ. നമ്മൾ ചില ആൾക്കാരെ കാണും, വിളിക്കില്ലേ, എടാ എടാ എന്താ പറയാ, ഇവിടെ ഞങ്ങളുടെ നാട്ടിലെടാ എണ്ണം കിട്ടുവാനെന്നൊക്കെ പറയും. വെറുതെ തമാശക്ക് വിളിക്കുന്നതാണ്. ഇരട്ട പേരിട്ട് വിളിക്കാ. കുറച്ച് തടിയുണ്ട്, എടാ തടിയാന്ന് വിളിക്കൂലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ മരണപ്പെടുന്നതിന് മുന്നേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഒരാളെ കുറിച്ചും കുറ്റം പറയാൻ പോകണ്ട, ഒരാളെ കുറിച്ചും ആക്ഷേപം പറയാൻ പോകണ്ട. ഗ്രൂപ്പ് തിരിച്ചും അല്ലാതെയോ, അതാ തങ്ങന്മാരെയും ഉസ്താദുമാരെയും അയൽക്കാരെയോ വീട്ടുകാരെയോ കൂട്ടുകാരെയും കൂടപ്പിറപ്പിങ്ങളെയും കുറ്റം പറയല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അയ്യറ അഖാഹു ലിദംബിൻ ലം യമത് ഹത്താ യഅമല ദാലിക ദംബാ. ഒരു മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം അവനിൽ വരാതെ അവൻ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല. ഞാനൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ എന്ത് കുറ്റമാണോ ഞാൻ പറഞ്ഞത്, ആ ഒരു കുറ്റം എന്നിൽ സംഭവിക്കാതെ നിങ്ങൾ കുറിച്ച്, അയലത്തെ ഒരു പെണ്ണിനെ കുറിച്ച്, അതല്ലെങ്കിൽ നമ്മളെ സ്വന്തം സുഹൃത്തുക്കളെ കുറിച്ച്, അതല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ ആ കുറ്റം നിങ്ങളിൽ വരാതെ നിങ്ങൾ മരിക്കുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അറിയുമോ ഇബ്നു സിരീന് തങ്ങളെ? ഇബ്നു സിരീന് തങ്ങൾ പറയുകയാണ്, ഞാൻ ഒരാളെ കണ്ടപ്പോൾ 10 പൈസയ്ക്ക് ഗതിയില്ലാത്തവനെ, ഒന്നിനും കൊള്ളാത്തവനെ എന്നങ്ങ് ഞാൻ വിളിച്ചുപോയി. അത് കാരണമായി ഇന്ന് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ 10 പൈസയ്ക്ക് ഗതിയില്ലാത്തവനാക്കി മാറ്റിയിരിക്കുന്നു. ഇബ്നു സിരീന് തങ്ങള് വലിയ പണക്കാരനായിരുന്നു. ഒരു സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ ഒരാളെ കണ്ടു, വെറുതെ വിളിച്ചു. 10 പൈസ ഗതിയില്ലാത്തവനെ. നമ്മൾ ചില ആൾക്കാരെ കാണും, വിളിക്കില്ലേ, എടാ എടാ എന്താ പറയാ, ഇവിടെ ഞങ്ങളുടെ നാട്ടിലെടാ എണ്ണം കിട്ടുവാനെന്നൊക്കെ പറയും. വെറുതെ തമാശക്ക് വിളിക്കുന്നതാണ്. ഇരട്ട പേരിട്ട് വിളിക്കാ. കുറച്ച് തടിയുണ്ട്, എടാ തടിയാന്ന് വിളിക്കൂലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ മരണപ്പെടുന്നതിന് മുന്നേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും വരട്ടെ, മഹാനായ ലോകത്തിന്റെ നേതാവ് പറഞ്ഞതുപോലെ നമുക്കനുസരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഇബ്നു സിരീന് തങ്ങൾ പറയുന്നു, ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ 10 പൈസയ്ക്ക് ഗതിയില്ലാത്തവനെ എന്നങ്ങ് ഞാനൊരാളെ വിളിച്ചുപോയി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ 10 പൈസയ്ക്ക് ഗതിയില്ലാത്തവനാക്കിപ്പോയി. കിതാബുകൾ നോക്കിയാൽ, ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം, 60,000 ദിർഹം കടം പറ്റിയിട്ടാണ് ഇബ്നു സിരീന് തങ്ങൾ അതായി ലോകത്ത് നിന്ന് വിട പറയുന്നത്. മരണത്തിന് ശേഷം മകനായ അബ്ദുള്ള എന്ന മോനാണ് ആ കടം വീട്ടിയതെന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അതുകൊണ്ട് ഉമ്മ പെങ്ങളെ, നമ്മൾ ഒരാളെയും കുറ്റം പറയണ്ട, ഒരാളെയും ആക്ഷേപിക്കണ്ട. അല്ലാഹു അത് അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉലമാക്കൾ പിന്നെയും അതാ കിതാബുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാളെ നമ്മൾ ആക്ഷേപിച്ചാൽ, ഒരാളെ തടിയാന്ന് വിളിച്ചാൽ, അതല്ലെങ്കിൽ അതാ അന്ധനായ മനുഷ്യാന്ന് വിളിച്ചാൽ, അതല്ലെങ്കിൽ അതാ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്ന കാലില്ലാത്തവരെ അതാ മോശമായി കണ്ടാൽ, അങ്ങനെയുള്ള എന്ത് ആക്ഷേപങ്ങളും ആര് ആക്ഷേപിച്ചാലും ഉലമാക്കൾ പറയുന്നു, നീ എന്താണോ ആക്ഷേപിച്ചത് അത് 12 വർഷത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു. എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്, എത്ര സംഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഏതോ ഒരു തങ്ങളുപ്പാപ്പ പറയുന്ന കേട്ടതാ. അവരുടെ വീട്ടിലുള്ള തങ്ങളുമായി ബന്ധപ്പെട്ട ഏതോ ഒരു സഹോദരന്റെ വീട്ടിലുള്ള 2 സഹോദരിമാര് തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴോ മറ്റോ ആ സഹോദരിക്ക് ഒരാൾക്ക് നല്ല തടിയാണ്. സുബ്ഹാനല്ലാഹ്. ഓളെ തടിച്ചെന്ന് വിളിക്കാണ്. അതാ നീ ഈ വാതിലൂടെ കയറണമെങ്കിൽ ഈ വാതിലൊക്കെ വെട്ടിപ്പൊളിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. സുബ്ഹാനല്ലാഹ്. അച്ചിട്ടതുപോലെ വർഷങ്ങൾക്ക് ശേഷം അവരെ ഈ കളിയാക്കിയ ആളെ ഇപ്പം നോക്കിയാൽ 2 വാതില് പോലും കേറാൻ പറ്റാത്ത തടി അള്ളാഹു കൊടുത്തു എന്ന് പച്ചയായ സത്യം ഒരു തങ്ങളുപ്പാപ്പ എടുത്ത് പറയുകയുണ്ടായി. പടച്ചവനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളപ്പോ അങ്ങനെയുള്ള വാക്കുകൾ, ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളെ ഖൽബിൽ നിന്ന് വരാൻ പാടില്ല. ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, സുബ്ഹാനല്ലാഹ് എല്ലാം ഉണ്ട്. പക്ഷേ നാവെടുത്താൽ ഏതെങ്കിലും ഒരുത്തനെ ചീത്ത വിളിക്കുക, അതല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കൂടെ പഠിച്ചവരുടെ, അതല്ലെങ്കിൽ സാറന്മാരുടെ, അങ്ങനെ ഏതെങ്കിലും ഉസ്താദുമാരുടെ, തങ്ങന്മാരുടെ, അവരുടെയൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് കുറ്റം പറയുക, അവരങ്ങനെ തോരാ ഇങ്ങനെ തോരാ. സുബ്ഹാനല്ലാഹ്. ഉള്ളതോ ഇല്ലാത്തതോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരാളെ കുറിച്ചും കുറ്റം പറയാൻ പോകണ്ട. നമ്മുടെ അമൽ എന്തിനാണ് മറ്റുള്ളവന് കൊണ്ട് കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഈ മജ്ലിസിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത തരാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.